ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് 10th പ്രിലിംസിൽ ഞാൻ 70+ അതേപോലെ 80+ മാർക്കെല്ലാം നേടുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്, അതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ 70+ഉം 80+ ഒക്കെ ഒരൊറ്റ ദിവസം കൊണ്ടോ ഒറ്റ മാസം കൊണ്ടൊന്നും ഉണ്ടായതല്ല. കൺസിസ്റ്റൻസി നിലനിർത്തി പഠിച്ചതുകൊണ്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് PSC പഠനത്തിൽ. ആ ഒരു തുടർച്ച നമ്മൾ കൊണ്ടുപോകുമ്പോഴാണ്, തുടർച്ചയായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ മാർക്ക് ഇമ്പ്രൂവ് ആയി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടർച്ചയായി പഠിക്കുക. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നമ്മളുടെ ആ ഒരു പഠനം കൈവിടാതിരിക്കുക. അടുത്തതാണ് OMR മോക്ക് ടെസ്റ്റ് എഴുതി പ്രാക്ടീസ് ചെയ്യാൻ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് കുറയ്ക്കാനും ടൈം മാനേജ് ചെയ്യാനും, നമ്മുടെ ഒരു എക്സാം ടൈം നമ്മൾ ഒരു കൃത്യസമയത്ത് പൂർത്തിയാക്കാനും ഒരു ഐഡിയ വെച്ചിട്ട് ഏകദേശം ഏതൊക്കെ ഏരിയയ്ക്ക് ഏതൊക്കെ സമയം എത്രയൊക്കെ സമയം കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കാനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് OMR എക്സാമുകൾ. അത് നമ്മുടെ നെഗറ്റീവ് കുറയ്ക്കുകയും മാർക്ക് ഇംപ്രൂവ് ആക്കുകയും ചെയ്യും കേട്ടോ ഓരോ തവണ എഴുതും തോറും. അതുകൊണ്ട് തന്നെ ഇത് എന്നെ സഹായിച്ച ഒരു ഘടകമാണ്. ഈ പറയുന്ന എല്ലാം ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളും ഇത് ഫോളോ ചെയ്യുക കേട്ടോ. OMR മോക്ക് ടെസ്റ്റ് ഒക്കെ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അടുത്തതാണ് SCRT പഠനം, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠനം. ഇത് ഞാൻ മുന്നത്തെ വീഡിയോസിലും പറഞ്ഞതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ SCRTയും PYക്കും നല്ലതുപോലെ പഠിക്കുക എന്നുള്ളതാണ്. അതേപോലെ മാത്സ്, ഇതിൻ്റെ കൂടെ മാത്സ്, കറണ്ട് അഫയേഴ്സ് തുടങ്ങിയ സബ്ജക്റ്റുകളും നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിലെ മാർക്ക് ഉയർത്താൻ അത് സഹായിക്കും കേട്ടോ. പ്രിലിംസിൽ നമുക്ക് ഇംഗ്ലീഷും മലയാളമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ മാത്സ് നന്നായിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. അതും സിമ്പിൾ മാത്സ് ആണ് വരുള്ളൂ. എങ്ങാനും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ച് ടഫാക്കി ചോദിച്ചാലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മാത്സ് നന്നായിട്ട് പഠിക്കുക. അടുത്ത കാര്യമാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് കേട്ടോ. അത് നമ്മുടെ ടൈം മാനേജ്മെന്റിനൊക്കെ സഹായിക്കും. നമ്മൾ ഇന്ന ദിവസം ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര കാര്യങ്ങളൊക്കെ പഠിച്ച് തീർക്കണം എന്നുള്ളത് ടൈം ടേബിളായിട്ട് എഴുതി വെച്ച് സെറ്റാക്കിയിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ തന്നെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസിൽ നല്ല മാർക്ക് വാങ്ങാം. പിന്നെ ഞാൻ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചെയ്തതുകൊണ്ടാട്ടോ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ പറയാത്തത്. ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് പറയാം. അതായത് എക്സാം ഹാളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളത് പെർഫോം ചെയ്യുന്നത് എക്സാം ഹാളിലാണല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളെല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ എൻ്റെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നിങ്ങളും ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ, എക്സാം ഹാളിൽ പോകുമ്പോൾ ഓവർ കോൺഫിഡൻസ് പാടില്ല എന്നുള്ളതാട്ടോ. എനിക്ക് അങ്ങനെ ഒരു സമയത്ത് സംഭവിച്ചു പോയതാണ്. ഓവർ കോൺഫിഡൻ്റ് ആയി നല്ലതുപോലെ പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസിൽ പോയി എക്സാം എഴുതിയപ്പോൾ അത്യാവശ്യം മാർക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് അനാലിസിസ് വീഡിയോ കണ്ടു നോക്കുമ്പോഴാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് അറിഞ്ഞത്. പിന്നെ എനിക്ക് സംശയമായിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക കൂടി ചെയ്തു കേട്ടോ. ആ സമയത്ത് ആ ഒരു ക്വസ്റ്റ്യൻ അതിലുണ്ടായിരുന്നു. ഫുൾ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഓവർ കോൺഫിഡൻസിൽ എനിക്കെല്ലാം കിട്ടുന്നുള്ള അതിൽ ഒക്കെ എഴുതിപ്പോയി. പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടില്ല. അതാ പറഞ്ഞു, ഓവർ കോൺഫിഡൻസും പാടില്ല എല്ലാ കാര്യത്തിലും. ഓവർ കോൺഫിഡൻസ് ആണ് പാടില്ലാത്തുള്ളൂ. കോൺഫിഡൻസ് വേണം കേട്ടോ. അതായത് നമ്മളെ കൊണ്ട് പറ്റും, എഴുതിയെടുക്കാൻ സാധിക്കും, എക്സാം എളുപ്പമായിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നമ്മൾ എക്സാം എഴുതുക. അതേപോലെ നെഗറ്റീവ് തോട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. കുറയ്ക്കുക എന്ന് മീൻസ് ഇല്ലാതിരിക്കുക എന്ന് തന്നെയാണ്. അതായത് നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. എക്സാം കിട്ടുമോ, പാടായിരിക്കുമോ എന്ന് എക്സാമിന് മുമ്പ് തന്നെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് കൂട്ടുന്നത് ഒഴിവാക്കുക. എന്തായാലും ആ ഒരു എക്സാമിൽ ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാവർക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മളുടെ പഠനത്തിനനുസരിച്ച് നമ്മൾ എഴുതും. അതേപോലെ മറ്റുള്ളവർ എങ്ങനെയാണോ പഠിച്ചത് അതിനനുസരിച്ച് അവരും എഴുതും. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ അടിക്കരുത്. അതുപോലെ തന്നെ ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ, ചില കോഡ് ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ആദ്യത്തെ 5-6 ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര ടഫായിരിക്കും. ചിലപ്പോൾ നമുക്ക് ഒന്നും തന്നെ അറിഞ്ഞൊന്നും വരില്ല, ചിലത് കൺഫ്യൂഷൻ ആക്കുന്നതായിരിക്കും. പക്ഷെ അതിലൊന്നും നമ്മൾ വീഴാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കുക. അടുത്ത പേജിൽ വരുന്ന അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. ഈസിയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെയാണ്. പഠിച്ചവർക്ക് എല്ലാവർക്കും ഈ ഒരു സെയിം ഇതിൽ തന്നെയാണ് ഫീൽ ചെയ്യുക, അറിയുണ്ടാവില്ല എന്നുള്ളത് നമ്മൾ നമ്മളുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പൊട്ടിക്കാനുള്ള ഒരു ബെല്ലടിക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ഇടയിൽ കൂടിയൊക്കെ ഇങ്ങനെ മറിച്ച് നോക്കലുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ മറിച്ച് നോക്കുന്നത് നിങ്ങൾ നിർത്തുക കേട്ടോ, അങ്ങനത്തെ ഒരാളാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ കുറച്ചൊക്കെ കാണുമായിരിക്കും, പൂർണ്ണമായിട്ടും കാണാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എങ്ങാനും വായിച്ചാലോ അത് നമുക്ക് കിട്ടാത്തതാണെങ്കിൽ അവിടെ പോയി കിട്ടും നമ്മുടെ കോൺഫിഡൻസ് എക്സാം എഴുതാനുള്ളത്. ഇനി ഫുൾ ഇങ്ങനെ ആയിരിക്കുമോ, ഭയങ്കര ടഫാണല്ലോ എന്നുള്ള ചിന്തയെല്ലാം വരും. അത് നമ്മുടെ എക്സാമിനെ ബാധിക്കും. അതുകൊണ്ട് ആ മറിച്ച് നോക്കുന്ന പരിപാടി നിർത്തുക. പിന്നെ പോസിറ്റീവായിരിക്കുക. എനിക്ക് ഈ എക്സാം കിട്ടും, ഞാൻ പഠിച്ചതെല്ലാം വരും,
ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്നുള്ളത് നമ്മൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് എക്സാം എഴുതുക. അതേപോലെ എക്സാം ഹാളിൽ പോകുമ്പോൾ ഫുഡൊക്കെ കഴിക്കാതെ, ഉച്ചയ്ക്കിലൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കാതെയൊക്കെ ഓരോരുത്തർ എക്സാം എഴുതും. അത് നമ്മൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും, ചിലപ്പോൾ ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് എക്സാം എഴുതുക. വാഷ്റൂമിലൊക്കെ പോകണമെങ്കിൽ പോയിട്ട് വന്നിട്ട് എഴുതുക കേട്ടോ. അതായത് എക്സാമിന് മുമ്പ് അതൊക്കെ ചെയ്ത് വെച്ചിട്ട് പോവുക. അതേപോലെ ഹാൾ ടിക്കറ്റ് അതെല്ലാം എടുത്തിട്ടുണ്ടെന്നുള്ള ഉറപ്പാക്കുക. അല്ലെങ്കിൽ അവിടെ വെച്ച് അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ ടെൻഷൻ അടിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ എക്സാം സ്മൂത്ത് ആയിട്ട് പോകും. പിന്നെ നമ്മൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ ഇടയ്ക്ക്. അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ റൗണ്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ടിക്കറ്റ് വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. നമ്മൾ എഴുതിയത് ടിക്കറ്റ് ഇട്ട് പോവുക, മാർക്ക് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഇടയിൽ വിട്ടുപോകും. അതുകൊണ്ട് തന്നെ എഴുതാത്ത ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ഞാൻ അങ്ങനെയാട്ടോ ചെയ്യാൻ. ഇപ്പോൾ ഓരോരുത്തരുടെ സൗകര്യം പോലെ കേട്ടോ. നിങ്ങൾക്ക് വേറെ എഴുതിയ ക്വസ്റ്റ്യൻ ടിക്കറ്റ് പോകുന്ന ഇഷ്ടമെങ്കിൽ അങ്ങനെ ഓക്കെ. പക്ഷെ ഞാൻ ചെയ്യുന്നത് ഞാൻ എഴുതാത്ത ക്വസ്റ്റ്യന് മാർക്ക് ചെയ്തിട്ട് പോകും. എന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് അത് എഴുതും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തപ്പി പോകേണ്ട ആവശ്യമില്ല, സമയം കളയണ്ട. പെട്ടെന്ന് മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ വേഗം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ ടൈം സേവ് ചെയ്യാം. പിന്നെ നമുക്കൊരു 50-50 നിൽക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. 2 ഓപ്ഷനിൽ സംശയം വരുന്നത്. 2 എന്തായാലും ഉറപ്പായിട്ടും അല്ലാന്ന് അറിയും, 2 സംശയം തോന്നില്ലേ. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് കൈ കടത്തുക എന്നുള്ളതാണ് കേട്ടോ. അത് നമ്മളെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യും. ചിലപ്പോൾ നെഗറ്റീവ് ആവും, ചിലപ്പോൾ പോസിറ്റീവ്, അതായത് ചിലപ്പോൾ മാർക്ക് കിട്ടാം. അങ്ങനത്തെ ആ ഒരു ലെവലിലായിരിക്കും ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. അപ്പോൾ അതിലൊന്ന് കൈ കടത്തി ഞാൻ നോക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ മാർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയി വരുന്നത്. 1-2 നെഗറ്റീവ് മാത്രമേ ഞാൻ വരുത്തിയിട്ടുള്ളൂ എന്ന് ഉറപ്പുള്ളവർ മാത്രമേ ഈ ഒരു തരത്തിൽ 50-50 അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവ് വന്നവരൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മളെ മാർക്ക് നല്ലോണം പോയി കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഇതൊരു 2-3 ക്വസ്റ്റ്യനിലേക്ക് ഇത് പരീക്ഷിക്കാനും പാടുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് മാർക്ക് ആ വഴിയും പോയി കിട്ടും. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ സൂക്ഷിച്ച് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് പറഞ്ഞ കാര്യം കുറച്ചുകൂടി ബേസ് സെറ്റായ ഒരുവിധമൊക്കെ ആയ ആൾക്കാർക്കുള്ളതാണ്. ബിഗിനേഴ്സ് അത് ട്രൈ ചെയ്യരുത് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.